ഒട്ടകത്തെ തിന്നുന്നുണ്ടാവാം. പക്ഷെ അത് എണ്ണയിൽ വേവിച്ചല്ല, ചുട്ട് അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടാണ്. ഒരാട് തിന്നുന്നതിനേക്കാൾ കൂടുതൽ കസ്തും ജർജറും നിരവധി തരങ്ങളിലുള്ള പച്ച ഇലകൾ അവരതോടൊപ്പം കഴിക്കാറുണ്ട്. പക്ഷെ മലയാളിയാവട്ടെ പച്ച ഇലയുടെ ഒരു കഷണം പോലും വായിലേക്ക് അടുപ്പിക്കുന്നില്ല. കറിവേപ്പിലയാണ് മലയാളിയുടെ ഭക്ഷണത്തിൽ ചേരുന്ന ആകെയുള്ളൊരില. അതുപോലും വെന്ത് കുഴഞ്ഞാണ് ആഹാരത്തിൽ പ്രത്യക്ഷപ്പെടുക. അതിനെ എടുത്ത് ആദ്യം പിണ്ടം വെച്ച് പടിക്ക് പുറത്താക്കുകയാണ് ആഹാരത്തിന് മുമ്പ് നാം ചെയ്യുക. നമ്മുടെ ആഹാരത്തിൻ്റെ തലതിരിഞ്ഞ രീതി മാറ്റി നോമ്പുകാലത്തെങ്കിലും കൂടുതൽ പഴങ്ങളും പച്ചക്കറികൾ വേവിക്കാതെ കരിക്കും തേങ്ങയുമെല്ലാം കഴിക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ നോമ്പിൻ്റെ കാലയളവ് ആരോഗ്യത്തിൻ്റെതാക്കി പരിവർത്തനം ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നോമ്പ് മുറിക്കുമ്പോൾ 6:30 മണിക്ക് കാരയ്ക്കും പച്ചവെള്ളവും, അത് നമ്മുടെ സാഹചര്യത്തിൽ മാമ്പഴവും ചക്കപ്പഴവും ഏത് തരം പഴങ്ങളുമാവാം, അല്ല എങ്കിൽ ഒരു കരിക്ക് അതിനുള്ളിലുള്ള കാമ്പ് സഹിതമാവാം. 8:30 മണിയോടെ ചോറും അല്ലെങ്കിൽ തവിട് കളയാത്ത അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ പത്തിരിയും അതുപോലുള്ള വിഭവങ്ങളുമായി ഒരു നേരം നന്നായി തന്നെ കഴിച്ചോളൂ. പച്ചക്കറി വിഭവങ്ങളാണെങ്കിൽ വളരെ വളരെ നല്ലത്. ഈ നോമ്പോടെ നിങ്ങൾക്ക് സകല രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. 8:30 മണിക്ക് വിഭവസമൃദ്ധമായി തന്നെ ഊണ് കഴിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളമോ നേർപ്പിച്ച ഒരു പഴച്ചാറ്, ഫ്രൂട്ട് ജ്യൂസോ അല്ല എങ്കിൽ കാരറ്റ് ജ്യൂസോ ഒക്കെ ആവാം. വെളുപ്പിന് 4 മണിക്ക് 1-2 ഗ്ലാസ് അന്നേരമുണ്ടാക്കി മധുരവും ഐസും ഇടാത്ത ജ്യൂസ്, ആ ജ്യൂസ് കഴിച്ച് പിറ്റേ ദിവസത്തെ നോമ്പിലേക്ക് പ്രവേശിക്കുക. ഒരു കാര്യം കൂടെ ഓർക്കണം, നോമ്പിൽ ഭക്ഷണം കഴിക്കുന്നില്ല, പട്ടിണിയുള്ളപ്പോഴും ഭക്ഷണം കഴിക്കുന്നില്ല. പക്ഷേ നോമ്പും പട്ടിണിയും രണ്ടും രണ്ടാണ്. നോമ്പ് എൻ്റെ മനസ്സിൻ്റെ ഉറച്ച തീരുമാനമാണ്. എനിക്ക് ഭക്ഷണമുണ്ട്, പണവുമുണ്ട്, പക്ഷേ ഞാൻ കഴിക്കുന്നില്ല. അതാണ് നോമ്പ്. അത് ശക്തി കൂടുതൽ തരുന്നതാണ്, മനസ്സിനും ശരീരത്തിനും കരുത്ത് കൂടുതൽ പകരുന്നതാണ്. ഭക്ഷണമില്ല, പണവുമില്ല, അതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. ഈ ഗതികേടാണ് പട്ടിണി. ആ പട്ടിണിയാവട്ടെ ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒക്കെ തളർത്തുന്നതാണ്, സമൂഹത്തിൽ കൂടുതൽ അക്രമവും ദുരിതവും ഉണ്ടാക്കുന്നതാണ്. നല്ലൊരു നോമ്പ്, സുഖകരമായൊരു നോമ്പ്, ആരോഗ്യദായകമായ ശരീരത്തിനും മനസ്സിനും സമൂഹത്തിനും ആത്മാവിനും കൂടുതൽ ധന്യത നൽകുന്ന ഒരു വിശുദ്ധ മാസം നോമ്പ് ആശംസിക്കുന്നു. നന്ദി.